നെക്സ്റ്റ് വേരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സിൻ്റെ കേസിലുള്ള വേരിഫിക്കേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ പ്രോസസ്സിൽ ഓഡിറ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഓരോന്നിൻ്റെ കേസിൽ ഓരോ എവിഡൻസ് ആയിരിക്കും ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കേസിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഓഡിറ്റർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കേസിൽ നടത്തണം. അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് ക്യാഷ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഇപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ബാലൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒന്നിലധികം ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ടത്. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ കേസിൽ പാസ്ബുക്കും ക്യാഷ് ബുക്കും കൂടെ കമ്പയർ ചെയ്യുക. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. ചെക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജെനുവിൻനെസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേലുള്ള ബാങ്ക് അഡ്വൈസ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെയും നോൺ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കുക. ഇത്രയാണ് ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ കേസിൽ ചെയ്യേണ്ടത്. ഇനി ലോണിൻ്റെ കേസിൽ വരുമ്പോൾ ലോൺ എഗ്രിമെൻറ്റ്, കൺസേൺഡ് പാർട്ടീസിൻ്റെ അക്നോളജ്മെൻറ്റ്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ അഡ്വൈസ്, സെക്യൂർഡ് ലോൺസ് ആണെങ്കിൽ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ അത് റിയൽ ആണോ എന്ന് എക്സാമിൻ ചെയ്യുക. അൺസെക്യൂർഡ് ആണെങ്കിൽ അതിൻ്റെ റിക്കവറി പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചാണോ അത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ദെൻ അഡ്വാൻസസിൻ്റെ കേസിൽ എല്ലാ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെയും ലിസ്റ്റ് എടുക്കുക. അതിനെ ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ദെൻ ബിൽ റിസീവബിളിൻ്റെ കേസിൽ ആക്ച്വൽ ബിൽ റിസീവബിൾ ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ ക്യാഷ് ബുക്ക്, ഓവർ ഡ്യൂ ആയിട്ടുള്ള ബിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യുക. ബിൽ റിസീവബിളിൻ്റെ കേസിൽ ആക്ച്വൽ ബിൽ റിസീവബിൾ, ക്യാഷ് ബുക്ക്, ബിൽസ് ഇൻ ഹാൻഡ്, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ബിൽ റിസീവബിളിൻ്റെ കേസിൽ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ നടത്താൻ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഫിസിക്കലി വെരിഫൈ ദ സെക്യൂരിറ്റി. ഇപ്പോൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ സെക്യൂരിറ്റീസും ഫിസിക്കലി വെരിഫൈ ചെയ്യുക. ദെൻ ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ ബാങ്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഷെഡ്യൂള് തയ്യാറാക്കി അതിൻ്റെ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ കമ്പയർ ചെയ്ത് എക്സാമിൻ ചെയ്യുക. ദെൻ ഏതെങ്കിലും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ റീഡ്, ബോട്ട് നോട്ടോ ഒക്കെ എക്സാമിൻ ചെയ്യുക. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ബാങ്കേഴ്സ് റിസീറ്റ് വെരിഫൈ ചെയ്യുക. അൺപെയ്ഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വാറൻറ്റിൻ്റെ കേസിലാണ് കൂപ്പൺസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനിയുടെ കേസിലാണ് എങ്കിൽ കമ്പനിയുടെ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്
ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുക. ഇത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ വരുന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ കേസിൽ സ്റ്റോക്ക് റെസീറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ കേസിൽ എന്ത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതും അതിൻ്റെ എഫക്റ്റീവ്നെസ്സും എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് അതിൻ്റെ മെത്തേഡ് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ സ്റ്റോക്കിൻ്റെയും കാറ്റലോഗ്സ്, ഇൻവോയ്സ്, പ്രൈസ് ലിസ്റ്റ് ഇവ കളക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ഷീറ്റ് ആൻഡ് സ്റ്റോക്ക് രജിസ്റ്റർ തമ്മിൽ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് അത് കമ്പയർ ചെയ്ത് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷനും കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്കിനകത്ത് ചെയ്യേണ്ടത്. അതിനകത്ത് ഫിസിക്കൽ വെരിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിനടുത്തത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഉപയോഗിക്കുന്ന മെത്തേഡ് കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. കോസ്റ്റ് പ്രൈസ് ആണോ നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഇതിലേതാണോ കുറവ് അതിൻ്റെ ബേസിലായിരിക്കും സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല മെത്തേഡുണ്ട്. യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, ആവറേജ് കോസ്റ്റ് മെത്തേഡ്, ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ്, അതായത് ഓരോ ബാച്ചിനും എത്രത്തോളമാണ് വാല്യൂ എന്ന് പറയുന്നത് ഓരോന്നിനും ഇൻഡിവിജ്വൽ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്. ഓരോ യൂണിറ്റിനും എത്രയാണ് വാല്യൂ അല്ലെങ്കിൽ എത്ര പ്രൈസാണെന്ന് കണക്കാക്കുന്നതാണ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്. ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനും ഉള്ള കോസ്റ്റിനോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുകയും അതിൽ നിന്നുള്ള സെയിൽസ് ലെസ് ചെയ്തതിന് ശേഷം കണക്കാക്കുന്ന കോസ്റ്റാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് പർച്ചേസിൻ്റെ കോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ റേറ്റ് ആയിരിക്കും അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അതായത് ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് പർച്ചേസിൻ്റെ റേറ്റ് ആയിരിക്കും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏർലിയസ്റ്റ് പർച്ചേസിൻ്റെ റേറ്റ് ആയിരിക്കും അൺസോൾഡ് സ്റ്റോക്കിൻ്റെ പ്രൈസായിട്ട് അല്ലെങ്കിൽ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിനടുത്ത് ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് എപ്പോഴും സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന ഇതിനെയാണ് ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ബേസ് സ്റ്റോക്കിന് ഓവറായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ബേസിൽ ആ വാല്യൂവിൻ്റെ ബേസിൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. അതായത് റെസ്റ്റ് ഓഫ് ദി സ്റ്റോക്ക് ഓവർ ആൻഡ് എബവ് ദ ബേസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്റ്റ്. ബേസ് സ്റ്റോക്കിന് ഓവറായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിൻ്റെയോ മാർക്കറ്റ് പ്രൈസോ കണക്കാക്കിയിട്ട് അതിലേതാണോ കുറവ് അതിലായിരിക്കും അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടൊരു കോസ്റ്റ് ഓരോ യൂണിറ്റിനും ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ ആൻഡ് നോർമൽ പ്രോഫിറ്റും കൂടെ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. ഇതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസും ഓവർഹെഡ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസായിരിക്കും അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡിൽ കണക്കാക്കുന്നത്. ഇത്രയാണ് സ്റ്റോക്കിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ടത്. ഇനി സൺട്രി ഡെറ്റേഴ്സിൻ്റെ കേസിൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ഡെറ്റ്സ് റിക്കവറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് ഡെറ്റ് ലെഡ്ജർ അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ബാഡ് ഡെറ്റ്സ്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ബാഡ് ഡെറ്റ്സ് ഇവ കമ്പയർ ചെയ്യുകയും അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് ചെക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവിഷനും ബാഡ് ഡെറ്റ്സിൻ്റെ റൈറ്റ് ഓഫും റിട്ടേൺ ഓഫും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുക. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ പ്രൊവിഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിവയാണ് ബുക്ക് ഡെറ്റ്സിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം. ഇനി സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ പാർട്സിൻ്റെ കേസിൽ ഓഡിറ്റർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഈ ഒരു കേസിൽ നടത്തണം, സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ പാർട്സിൻ്റെ കേസിൽ. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഓഫീഷ്യലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോഴ്സിൻ്റെ സ്പെയർസിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്യുക. അതായത് അവർ കൺസേൺഡ് ക്ലയൻറ്റ് കാണിച്ചിരിക്കുന്ന വാല്യൂ യഥാർത്ഥ വാല്യൂ ആണോ എന്നറിയുന്നതിന് വേണ്ടി റീവാല്യൂ ചെയ്യുക. ഇത്രയാണ് സ്റ്റോഴ്സിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ടത്. ഇനി ലൂസ് ടൂൾസിൻ്റെ കേസിൽ ലിസ്റ്റ് ഓഫ് ടൂൾസ് റെസ്പോൺസിബിൾ ഓഫീഷ്യലിൻ്റെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് നിർണ്ണയിക്കുക. അത് കമ്പയർ ചെയ്യുക. മോട്ടോർ വെഹിക്കിൾസിൻ്റെ കേസിൽ പെർമിറ്റ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സാമിൻ ചെയ്യുക. അതിൻ്റെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യുക. ഇൻഷുറൻസ് പോളിസി ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് വെഹിക്കിൾ, ഏതെങ്കിലും വെഹിക്കിളിൻ്റെ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ചെക്ക് ചെയ്യുക. ലിസ്റ്റ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഹയേർഡ് വെഹിക്കിൾസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി അത് ബാലൻസ് ഷീറ്റുമായിട്ട് വെരിഫൈ ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ് ലെസ് ഡെപ്രീസിയേഷൻ മെത്തേഡാണോ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. പേറ്റൻറ്റ് റൈറ്റിൻ്റെ കേസിൽ രജിസ്ട്രാർ ഓഫ് പേറ്റൻറ്റിൻ്റെ നിന്ന് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക, അത് ഇൻസ്പെക്റ്റ് ചെയ്യുക. പേറ്റൻറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റ് ഡീഡും രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുക. അതുപോലെ തന്നെ റിന്യൂവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ഫീയുടെ ഡീറ്റെയിൽസും റെസീപ്റ്റും വെരിഫൈ ചെയ്യുക. ഒന്നിലധികം പേറ്റൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അത് കമ്പയർ ചെയ്യുക. അതിൻ്റെ പ്രോപ്പർ വാല്യുവേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആണോ കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ട്രേഡ് മാർക്സിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സാമിൻ ചെയ്യുക. ട്രേഡ് മാർക്സ് ഒന്നിലധികം ഉണ്ട് എങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കുക. അതിൻ്റെ പ്രോപ്പർ വാല്യുവേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കോപ്പിറൈറ്റിൻ്റെ കേസിലും എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഓതർ ആൻഡ് പബ്ലിഷർ എക്സാമിൻ ചെയ്യുക. അതിൻ്റെ ടൈം, പീരീഡ്, അതുപോലെ തന്നെ അതിൻ്റെ വാല്യുവേഷൻ ഇത് കൃത്യമാണോ എന്ന് നിർണ്ണയിക്കുക. ഇതാണ് കോപ്പിറൈറ്റിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ടത്. ഫർണിച്ചർ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സിൻ്റെ കേസിൽ ഇൻവോയ്സ് ആൻഡ് ബിൽസ് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് സ്റ്റോക്ക് രജിസ്റ്റർ വെരിഫൈ ചെയ്യുക. അതിനകത്ത് എൻട്രീസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യുവേഷൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ മെത്തേഡ് ഓഫ് വാല്യുവേഷനും വാല്യൂവും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ്, ഒറിജിനൽ ഇൻവോയ്സ്, ബിൽസ്, കറസ്പോണ്ടൻസ് എന്നിവ വെരിഫൈ ചെയ്യുക. അതിന്മേൽ വരുന്ന കസ്റ്റംസ് ഡ്യൂട്ടി, ഫ്രൈറ്റ് എന്നിവ അതിനകത്ത് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്രോപ്പർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്ലാന്റിൻ്റെ രജിസ്റ്റർ, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും, അത് പ്രോപ്പർലി എക്സാമിൻ ചെയ്യുക. അതിൻ്റെ വാല്യൂ കറക്റ്റാണോ എന്ന് റീവാല്യൂ ചെയ്യുക. അതിനുപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് ഓഫ് വാല്യുവേഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി കേസിൽ ചെയ്യേണ്ടത്. അടുത്തത് പ്രോപ്പർട്ടി ഫ്രീ ഹോൾഡ് ആണ് എങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ നെയിമിലുള്ളതാണോ പേരിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ടൈറ്റിൽ ഡീഡ് എക്സാമിൻ ചെയ്യുക. അതിൻ്റെ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മോർട്ട്ഗേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കളക്ട് ചെയ്യുക. ദെൻ കോൺട്രാക്ടേഴ്സ് റെസിപ്റ്റ് ആൻഡ് എമൗണ്ട് പെയ്ഡ് വെരിഫൈ ചെയ്യുക. ദെൻ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ലീസ് ഡീഡ് കളക്ട് ചെയ്യുക, അത് എക്സാമിൻ ചെയ്യുക. അതിൻ്റെ ലീസ് എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് റെൻറ്റ്, ഇൻഷുറൻസ്, റിപ്പയേഴ്സ് എന്നിവ വെരിഫൈ ചെയ്യുക. ഇനി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് കൺസിഡർ ചെയ്യുക, അത് വെരിഫൈ ചെയ്ത് എക്സാമിൻ ചെയ്യുക. ദെൻ അതിൻ്റെ പ്രോപ്പർ വാല്യുവേഷനാണോ അതിൻ്റെ മെത്തേഡ് ഓഫ് വാല്യുവേഷനും ചെക്ക് ചെയ്യുക. ദെൻ ഗുഡ് വില്ലിൻ്റെ കേസിൽ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ഗുഡ് വില്ല് ആക്ച്വലി പ്രൈസാണോ അതിനിട്ടിരിക്കുന്നത്, അതായത് അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റാണോ എന്നും അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രോപ്പർ മെത്തേഡ് ഓഫ് വാല്യുവേഷനാണോ അതിന് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇത്രയാണ് അസറ്റിൻ്റെ കേസിലെ വാല്യുവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഡ്യൂട്ടീസ്. ഇനി വെരിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റീസിൻ്റെ കേസിലെ വെരിഫിക്കേഷന് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതെന്നാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും ബിസിനസ്സുമായിട്ട് സംബന്ധിക്കുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അടുത്തത്, എല്ലാ ലയബിലിറ്റീസ് പ്രോപ്പർലി ഓതറൈസ്ഡ് ലയബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ലയബിലിറ്റിയുടെ വാല്യൂ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് കോമൺ ആയിട്ട് ഒരു ലയബിലിറ്റിയുടെ കേസിൽ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട 4 പോയിൻറ്റ്സ്. ഇനി ഓരോ ഐറ്റത്തിൻ്റെയും കേസിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, ക്യാപിറ്റൽ ലയബിലിറ്റിയുടെ ക്യാപിറ്റൽ ഐറ്റം എങ്ങനെയാണ് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. ക്യാപിറ്റൽ 3 കേസിൽ, അതായത് സോൾ ട്രേഡർ ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കമ്പനി ബിസിനസ് സെപ്പറേറ്റ് പ്രോസസ്സാണ്. സോൾ ട്രേഡർ ബിസിനസ് ആണെങ്കിൽ പ്രൊപ്പറേറ്ററുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ ക്യാപിറ്റൽ എന്നിവയാണ് വെരിഫൈ ചെയ്യേണ്ടത്. അതിനകത്ത് കൂടുതൽ പ്രൊസീജിയർ ഇല്ല. അതേസമയം പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ഇവ വെരിഫൈ ചെയ്യണം. അതേസമയം കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇതിനകത്ത് പ്രൊസീജിയർ കൂടുതലാണ്. ഇതിനകത്ത് ഓരോ കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, മിനിറ്റ്സ് ബുക്ക്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നിവ, അതിൻ്റെ ലിസ്റ്റ്, അവരുടെ റൈറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് വേണം ആ ഒരു ഐറ്റം കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ കേസിൽ എക്സാമിൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ കമ്പയർ ചെയ്യുക. ദെൻ മിനിറ്റ്സ് ബുക്ക് ആൻഡ് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതും എക്സാമിൻ ചെയ്യുക. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ
കമ്പനിയുടെ ബോറോയിങ് പവർ അത് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇവ റെഫർ ചെയ്യുക. അതിനകത്ത് കമ്പനിയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള പവർ എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിബഞ്ചർ ട്രസ്റ്റീഡ് അതിൻ്റെ ഡീറ്റെയിൽസ് എക്സാമിൻ ചെയ്യുക. അതിൻ്റെ സെക്യൂരിറ്റീസ് ആൻഡ് ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓഫേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എക്സാമിൻ ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. ഇത്രയാണ് ഡിബഞ്ചറിനകത്ത് വരുന്നത്. ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്സ്, ഗുഡ്സ് ഇൻവേർഡ് ബുക്ക്, ഔട്ട്വേർഡ് ബുക്ക്, ബിൽ പേയബിൾ ബുക്ക്, ക്യാഷ് ബുക്ക് എന്നിവ എക്സാമിൻ ചെയ്തിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഗുഡ്സ് പർച്ചേസ്ഡുമായിട്ട് കമ്പയർ ചെയ്ത് അത് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക. ഇത്രയാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ വരുന്നത്. ദെൻ ബിൽസ് പേയബിളിൻ്റെ കേസിൽ ഷെഡ്യൂൾ ഓഫ് ബിൽസ് പേയബിൾ, അതുപോലെ തന്നെ ക്യാഷ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് ഇവ കമ്പയർ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ച് കൺസേൺഡ് അതോറിറ്റീസിൽ നിന്ന് കൺഫർമേഷൻ ലെറ്റർ ഒബ്റ്റെയിൻ ചെയ്ത് അത് വെരിഫൈ ചെയ്യുക. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കേസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ വൗച്ചേഴ്സ്, റെസീറ്റ്, ഇൻവോയ്സ്, ഡിമാൻഡ് നോട്ട്സ്, ലെഡ്ജർ അക്കൗണ്ട്സ് എന്നിവ വെരിഫൈ ചെയ്യുക. ദെൻ റെസ്പോൺസിബിൾ ഒഫീഷ്യലിൻ്റെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്ത് അത് അറ്റാച്ച് ചെയ്യുക. ദെൻ കറണ്ട് ഇയറിലെ അൺപെയ്ഡ് എക്സ്പെൻസും പ്രീവിയസ് ഇയറിലെ അൺപെയ്ഡ് എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്ത് വെരിഫൈ ചെയ്യുക. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കേസിൽ കമ്പനിയുടെ കേസിൽ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അസർട്ടൻ ചെയ്തതിൻ്റെ ബോറോയിങ് പവേഴ്സ് എക്സാമിൻ ചെയ്യുക. ദെൻ എഗ്രിമെൻ്റ് ആൻഡ് കറസ്പോണ്ടൻസ് ലെൻഡേഴ്സുമായിട്ടുള്ളത് റെഫർ ചെയ്യുക. ദെൻ മോർഗേജ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. ദെൻ കമ്പനി ആണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി, അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് മോർഗേജ് എന്നിവ കമ്പയർ ചെയ്ത് എക്സാമിൻ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലെറ്റർ കളക്ട് ചെയ്യുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ ബാങ്ക് സെക്യൂരിറ്റി ഓഫർ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് പേബിൾ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് അസർട്ടൈൻ ചെയ്യുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മോർഗേജ് അസറ്റ്സ് എടുക്കുക. ദെൻ ബാങ്ക് പാസ്ബുക്കുമായിട്ട് അത് ചെക്ക് ചെയ്യുക. ദെൻ മോർഗേജ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ ലിസ്റ്റ് എക്സാമിൻ ചെയ്ത് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ദെൻ ടാക്സേഷൻ ലയബിലിറ്റി ആണെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ മേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടാക്സ് കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിക്ലറേഷൻ അതിൻ്റെ കളക്ട് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. ദെൻ കണ്ടീജൻറ്റ് ലയബിലിറ്റിയുടെ കേസിൽ കമ്പനിയുടെ കേസാണെങ്കിൽ ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വേരിയസ് കോൺട്രാക്ട്സ്, കറസ്പോണ്ടൻസ് വെരിഫൈ ചെയ്യുക. അത് കണ്ടീജൻറ്റ് ലയബിലിറ്റീസ് ആണോ എന്ന് തന്നെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് എൻക്വയറി ചെയ്യുക. ദെൻ കൺസേൺഡ് റെസ്പോൺസിബിൾ ഒഫീഷ്യലിൻ്റെ നിന്ന് ഡിക്ലറേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. ദെൻ മാനേജേഴ്സിൽ നിന്ന് കണ്ടീജൻറ്റ് ലയബിലിറ്റീസിൻ്റെ കേസിലുള്ള ഡിക്ലറേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് ആണോ എന്നും അത് കമ്പനീസ് ആക്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ളതാണോ എന്നും വെരിഫൈ ചെയ്യുക. ഇത്രയാണ്
ലയബിലിറ്റീസിൻ്റെ കേസിൽ ഓഡിറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. ഇനി എന്തൊക്കെയാണ് വാല്യുവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ്റെ കേസിൽ പ്രിക്കോഷൻസ് നമ്മൾ ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഫസ്റ്റ് എക്സിസ്റ്റൻസ്, അതായത് കൺസേൺഡ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് സെയിം ഓർഗനൈസേഷൻ്റെ ആണോ, അത് അവിടെ എക്സിസ്റ്റൻസ് അതിൻ്റെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രിക്കോഷൻ. ദെൻ അതിൻ്റെ ഓണർഷിപ്പ്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കൺസേൺഡ് ക്ലയൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അതിൻ്റെ റൈറ്റ്, അതിന്മേൽ എന്തെങ്കിലും റൈറ്റോ അല്ലെങ്കിൽ ഒബ്ലിഗേഷനോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ വാല്യുവേഷൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെത്തേഡ് ഉപയോഗിച്ചാണോ അസറ്റ് ആൻഡ് വാല്യൂ പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം അല്ലെങ്കിൽ ലോ ഇൻസിസ്റ്റ് ചെയ്യുന്നത് പ്രകാരം അതിൻ്റെ ഡിസ്ക്ലോഷർ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അസറ്റ് ആൻഡ് ലയബിലിറ്റി പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും ഒമിറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ്റെ പ്രിക്കോഷൻസ് ആയിട്ടും. അതുപോലെ തന്നെ ഇതേ പോയിന്റ് തന്നെയാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ആയിട്ടും നമ്മൾ എഴുതേണ്ടത്. ഇത്രയാണ് മൊഡ്യൂൾ 3യിൽ ഉള്ളത്. ഇതിനകത്ത് വൗച്ചർ എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഓരോ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും കേസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത്ര ഡീറ്റെയിലായിട്ട് ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കുകയാണെങ്കിൽ ഒന്നും എഴുതാതെ ഇരിക്കരുത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. ഇത്രയാണ് മൊഡ്യൂൾ 3ക്കകത്ത് ഉള്ളത്.